Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So പുതിയ ഒരു ടീസർ ഇറങ്ങിയിട്ടുണ്ട്. വിജയം എന്നാണ് മൂവിയുടെ പേര്. ആൻഡ് നമ്മുടെ നെവിൻ പോളിയുടെ മൂവിയാണ്. അൽഫോൺസ് പുത്രൻ ആ ഒരു പഴയ ആ ഒരു ബാച്ച് പ്രേമം ബാച്ച് തിരിച്ചു വരികയാണ്. സോ എന്താണ് പരിപാടി കൂടുതലൊന്നും അറിയില്ല. ഇന്നലെയാണ് ടീസർ ഇറങ്ങിയത്. സോ ലെറ്റ്സ് വാച്ച് ദ ടീസർ. ടീസർ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ, കം ഓൺ. ഓ, പുള്ളിയുടെ പ്രൊഡക്ഷനാണോ? പോളി പ്രൊഡക്ഷൻ. അൽഫോൺസ് പുത്രൻ. പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയാണ്. അപ്പൊ ഏട്ടേ മഡ് റേസിംഗ് ആണ്. നിവിൻ പോളി റേസറും എല്ലാം ആണോ? എട്ടേ അതെന്തൊരു ട്രാൻസിഷൻ, ഐ മീൻ എന്തൊരു ഷോട്ട്. നൈസ്. ആ ഷോട്ട് ഉണ്ടായിരുന്നു. ഇത് പോളി നൈസ്. ലിപ്പിയൊക്കെയാണ്. ക്യാമറ എഡിറ്റിംഗ് ഒരു രക്ഷയില്ല. ഷോർട്സ് എല്ലാം പക്ക. ഇസൂസു ആണോ? അല്ല, ഹൈലക്സ്. ഉയൂടാ ഹൈലക്സ്. നിവിൻ പോളി ആവാനാണ് സാധ്യത. വണ്ടി റിവേഴ്സ് വരുന്നൊരു ഷോട്ട് ഉണ്ടെങ്കിൽ അടിപൊളി. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ടീസർ, അനൗൺസ്മെന്റ് ടീസർ. എന്തൊക്കെയോ ഉണ്ട്. നിവിൻ പോളിയാണോ? ഫിഗർ കണ്ടിട്ട് നിവിൻ പോളി അല്ല. ഈ ഫിഗർ കണ്ടപ്പോൾ നിവിൻ പോളിയാണ്. കേരളത്തിലോ ഹെൽമെറ്റൊക്കെ സജി ആരാ? നീയായിരുന്നാ? നിന്നെ ഞാൻ കുറേ നാളായി തപ്പി നടക്കായിരുന്നു. ഇവിടെ വിളിച്ചിരിക്കായിരുന്നല്ലേ? എന്താ പരിപാടി? ഞാനിവിടെ മറ്റേ തുമ്പി ഉറുമ്പ് മറ്റേ കുഴിയാനാലത്തെ സാധനമൊക്കെ ഫോട്ടോ എടുത്ത് ഇരിക്കായിരുന്നു. നിന്റെ ഉറുമ്പും തുമ്പിയെടുത്ത് നിനക്ക് മതിയായില്ലേ? നീ എന്തിവിടെ? മനസ്സിലായില്ല? അതാണ് നിന്റെ പ്രശ്നം. പരിപാടി വാ. ആ ഹീറോയ്ക്ക് അവിടെ ഒരു പരസ്യം. മഡ്രൈസറാണോ? ഷോർട്സ് ഒക്കെ ഒരു രക്ഷയിലാണ്. അപ്പോൾ സ്ലോമോ വരുന്ന സ്ഥലമെല്ലാം പൊളി. ട്രാൻസിഷൻ വിജയം കൊള്ളാം പരിപാടി. അല്ല, ഒരു വെറൈറ്റി ഉണ്ട്. എനിക്ക് കണ്ടപ്പോഴത്തേക്ക് ഒരു വെറൈറ്റി തോന്നി സാധനം. കാരണം ഒരുപാട് നാളായി ഇങ്ങനത്തെ ഒരു
ഒരു വെറൈറ്റി ഒരു ടീസർ. സാധാ നോർമൽ ഒരു ടീസറോ പരിപാടികളോ പോലെയൊന്നുമല്ല. പിന്നെ അൽഫോൺസ് പുത്രന്റെ ആ ഒരു സംഭവം ആയതുകൊണ്ട് ഐ മീൻ ഷോർട്സ് എല്ലാം കാണാനുണ്ട്. ഈ പ്രേമത്തിലൊക്കെ തന്നെ മറ്റേ സ്റ്റേജിന്റെ അടിയിൽ നിന്നൊക്കെ വരുന്ന സീനിൽ മറ്റേ സ്ലോ മോഷനിലെ ഷോർട്സ് ഐ മീൻ ആ ഒരു ഇത് കൊടുക്കാൻ ആള് പൊളിയാണ്. ആ ബൈക്കിന്റെ ഇത് ജമ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ ടയർ ഇങ്ങനെ കറങ്ങുന്ന ആ സീനില്ലേ, അവിടെ ഒരു സ്ലോമോ ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു ട്രാൻസിഷനിൽ ഈ റൈറ്റിങ്സ് വരുന്ന ഒരു പരിപാടിയുണ്ട്. അടിപൊളി സാധനം അത്. അത് രക്ഷയില്ല. പിന്നെ പറയാനുള്ളത് ഇതിനകത്ത് പിന്നെ മൂവി റിലേറ്റഡ് കംപ്ലീറ്റ് പരിപാടികളൊന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിന്റെ ലോഗോ കണ്ടിട്ടാണെങ്കിലും മൂവിയുടെ ആ ടൈറ്റിലിന്റെ ലോഗോ കണ്ടിട്ടാണെങ്കിലും ഒരു കുറെ ട്രാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. സോ എന്തായിരുന്നാലും ഒരു റേസിംഗ് റിലേറ്റഡ് ഒരു മൂവി ആയിരിക്കും. പിന്നെ ഒബ്വിയസ്ലി അൽഫോൺസ് പുത്രൻ, നിവിൻ പോളി ആ ഒരു കോംബോ അറിയാമല്ലോ. അത് ചെറിയ കോംബോ അല്ല, അതൊരു വലിയ ബ്ലോക്ക് ബസ്റ്റർ കോംബോ ആണത്. സോ അതിൽ നമുക്ക് പ്രതീക്ഷിക്കാം, എന്തായിരുന്നാലും അതിനകത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ എന്തോ ഒരു കാര്യം ഇതിനകത്ത് മെൻഷൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഈ ടീസറും ട്രെയിലറും മാത്രമൊന്നുമല്ല. ആദ്യം ട്രെയിലർ വന്നു, പിന്നെ ടീസർ എന്ന് പറഞ്ഞൊരു പരിപാടി വന്നു, ഇപ്പൊ സക്സസ് ടീസർ, പിന്നെ എന്തോന്നാണ് അനൗൺസ്മെന്റ്, പിന്നെ എന്താണ് മറ്റേ എന്തോ ലോഞ്ച്, പോസ്റ്റർ ലോഞ്ച്, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു 10,000 പരിപാടികളുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ബോറാണ്. ഒരു മൂവിയുടെ തന്നെ ഒരു 50 സാധനം ഇങ്ങനെ വരും. ലൈക്ക് ടു ബി ഓണസ്റ്റ്, ഒരു ടീസറിന്റെ ഒരു ട്രെയിലറിന്റെ ആവശ്യമുള്ളൂ. ടീസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു അധികം ആൾക്കാരെ എക്സൈറ്റഡ് ആക്കി നിർത്തുന്ന ഒരു ചെറിയൊരു എലമെന്റ് കൊടുത്തിട്ട് നിർത്തുക. ഇതിപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെന്ന് പറയുന്ന ആ ഒരു ടീസർ ഫോർമാറ്റ് ഇത് കൊള്ളാം. കാരണം ഇത് വെറൈറ്റി, കുറച്ച് നേരം 4 മിനിറ്റോളം ഉണ്ടെങ്കിലും സംഭവം പരിപാടി കൊള്ളാം. പക്ഷെ അല്ലാതെ ചില മൂവീസിലെല്ലാം ഇങ്ങനെ ആദ്യമേ തുടങ്ങും എന്തോ ഈ ഇതിന്റെ പോസ്റ്ററിന്റെ ഡിസൈനിങ് തുടങ്ങുമ്പോൾ അവിടെ ഒരു പോസ്റ്റർ ഇടും. ഡിസൈനിങ് തുടങ്ങി, പിന്നെ മറ്റേ പോസ്റ്റർ അടിക്കുമ്പോൾ അതിന്റെ ഒരു ഇത്, പിന്നെ ലോഗോ ഡിസൈനർ കഴിയുമ്പോൾ അതിന്റെ ഒരു ലോഞ്ച്, മറ്റേ ലോഞ്ച്, മറിച്ചേ ലോഞ്ച് ഒന്നും സത്യം പറഞ്ഞാൽ അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. സോ അത് പോട്ടെ, അത് വേറെ കാര്യം. സോ എന്തായിരുന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഗതി ഒരു വെറൈറ്റി സംഭവമാണ്. അൽഫോൺസ് പുത്രന് പിന്നെ പുള്ളിയുടെ ഒരു പ്രത്യേക ഒരു ആക്ടിങ് പരിപാടിയൊക്കെയാണ്. അത് പേഴ്സണലി എനിക്ക് ഇഷ്ടമാണ്. പുള്ളിയുടെ ആ ഒരു മൂവി ഫോർമാറ്റിലാണ് എന്ന് വെച്ചാൽ ഭയങ്കര അങ്ങ് നാച്ചുറൽ ആക്ടിങ് അല്ലെങ്കിലും പുള്ളിയുടെ ഒരു മൂവി ഫോർമാറ്റിലുള്ള ഒരു അഭിനയമാണ്. അത് നൈസാണ്. അതേ ഒരു മീറ്ററിൽ തന്നെയാണ് നിവിൻ പോളിയും, രണ്ടുപേരും ചേർന്ന് പോകുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് ആസ് എ ഡയറക്ടർ പുള്ളിക്ക് നിവിൻ പോളിയായിട്ട് നല്ല സിങ്ക് ആവുന്ന ഒരു പരിപാടി ഇതാണ്. കാരണം പുള്ളി ഉദ്ദേശിക്കുന്നതും നിവിൻ പോളി കൊടുക്കുന്നതും രണ്ടും ലൈക്ക് ഒരേ മീറ്ററിൽ തന്നെയാണ്. സോ എനിവേസ് ഐ റിയലി ലൈക്ക് ദ ടീസർ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് യു ഗൈസ് ആർ മെൻഷനിങ് ദാറ്റ് ഓൺ ദ കോമെന്റ്സ്. പിന്നെ നമ്മുടെ ലൈവ് സ്ട്രീം ഒക്കെ ചെയ്യുന്നുണ്ട്, ഒരുപാട് പരിപാടികൾ വരുന്നുണ്ട്. സോ ഡു സപ്പോർട്ട് ഗൈസ്. ഐ വിൽ സീ യു ഗൈസ് നെക്സ്റ്റ് ടൈം. ബൈ.